ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു വീക്കെൻഡിലെ ഒരു മോർണിംഗ് വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമ്മളുടെ ഒരു ഓർഗനൈസിങ്, ക്ലീനിങ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും, അതേപോലെ തന്നെ കുറച്ച് ദിവസത്തിന് മുൻപായിട്ട് ഞാനൊരു ഹോൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് എനിക്ക് എല്ലാ പ്രോഡക്ട്സും ഒന്നും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ നിന്നുള്ള 2-3 പ്രോഡക്ട്സും ആണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കുറച്ച് നാളായിട്ട് ഇഗ്നോർ ചെയ്തിട്ടുണ്ടായിരുന്ന പിന്നീടാവട്ടെ എന്ന് വെച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇതേപോലെ മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് പോയി ചെയ്യാനായിട്ട് ഒരു മോട്ടിവേഷനും കൂടി ആവും ഈ വീഡിയോ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. നിങ്ങൾ പലപ്പോഴായിട്ട് ഓർഗനൈസിങ് ആൻഡ് ക്ലീനിങ് സീരീസ് ഒക്കെ എൻ്റെ ചാനലിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും സാധനങ്ങളൊക്കെ മുൻപ് ഉണ്ടായിരുന്ന പോലെ ആയിരിക്കത്തില്ല പിന്നീട് ഇരിക്കുന്നത്. ഞാനിതിങ്ങനെ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും അതിൻ്റെ പൊസിഷനൊക്കെ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെക്കാറുണ്ട്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാനൊരു 3-4 ദിവസം മുൻപ് ഒരു ഹോൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സൈഡർ എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ ഫാഷൻ ബ്രാൻഡിൽ നിന്നുള്ള കുറച്ച് ക്ലോത്ത്സ് ആൻഡ് ആക്സസറീസ് ഒക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഹോൾ വീഡിയോ ആയിട്ട് ഇതേവരെയും അങ്ങനെ ചെയ്തിട്ടില്ലാത്തത് കൊണ്ടായിരിക്കാം നിങ്ങളിൽ പലർക്കും ആ വീഡിയോ സജഷനിലോ അല്ലെങ്കിൽ റെക്കമെൻഡേഷനിലോ ഒന്നും തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അതുകൊണ്ടാണ് കുറച്ച് പ്രോഡക്റ്റ്സ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഈ ഒരു മൊബൈൽ കവറാണ്. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട ഒന്നാണ് കേട്ടോ. എൻ്റെ മോള് സെലക്ട് ചെയ്തതാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ 1-2-3 പ്രോഡക്ട്സും കൂടി ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യാമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറേ നാളുകൊണ്ട് ഞാൻ മാറ്റി വെച്ചേക്കുമായിരുന്നു. ഈ ഒരു പോട്ട്സിലുണ്ടായിരുന്ന വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം ഈ ചെടിയുടെ. നോർമലി നമ്മളൊരു വീക്ക്ലി വൺസ് ഒക്കെ ആയിട്ട് ആ വെള്ളം ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടതാണ്. ഞാനിങ്ങനെ ഓരോരോ തിരക്കിൽ പെട്ടിട്ട് ഇതിങ്ങനെ മാറ്റിയിട്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഇന്ന് അതിനൊക്കെ ഒന്ന്, ആ ചെടികളെയൊക്കെ ഒന്ന് കുളിപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ വെള്ളവും ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ വെള്ളം മാറ്റി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ചെടിയൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് അതിൻ്റെ ആ തണ്ടിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പായൽ പോലെയൊക്കെ പിടിക്കും. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അതിനെയൊക്കെ എടുത്തിട്ട് ആ സംഭവങ്ങളിനെയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളവും മാറ്റിയിട്ടാണ് വെക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു വാഷിംഗ് മെഷീൻ്റെ മുകളിലായിട്ട് ഞാനൊരു ക്ലോത്ത് വിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ മുകളിലാണ് മിക്സി വെച്ചിട്ടുള്ളത്. അപ്പം മിക്സിയുടെ ജാറിൽ നിന്ന് തെറിച്ചിട്ടുള്ള കുറച്ച് കറിയുടെയൊക്കെ പാട്, ആ കറിയുടെ സ്റ്റെയിൻ ഇതിനകത്തേക്ക് തെറിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ക്ലോത്തും വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷമുള്ള കാര്യം ചെയ്യുന്നതിന് മുൻപായിട്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു സൈഡർ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന പ്രോഡക്റ്റ്സിൽ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു. അത് നിങ്ങളെ ട്രൈ ചെയ്തിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ടും കൂടി ഞാൻ കുറച്ച് സമയം ഈ ഒരു രാവിലെ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വന്നിട്ടുള്ള ഒരു പണി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു കുക്ക് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വരുന്ന ടൈൽസിൽ ഇതിങ്ങനെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ക്യാമറയിൽ കൂടി കാണാൻ പറ്റാഞ്ഞിട്ടായിരിക്കും. ഇതിലേക്ക് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഗ്രൗട്ടിലൊക്കെ നല്ലതുപോലെ ഈ കറികളൊക്കെ ഇങ്ങനെ തെറിച്ചിട്ട് പാട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൽ ഞാൻ ജിഫ് ഒരു ബ്രഷിൽ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഇടയ്ക്കുള്ള ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഒരു സൈഡർ ഹോളിലുള്ള അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലോങ് കോട്ടാണ്. അതും ബെൽറ്റഡ് കോട്ടാണ്. അപ്പം ഇവിടെ ഇപ്പം ഒരു വിൻ്ററൊക്കെ ആവാനായിട്ട് വരുവാണ്. ആ സമയത്തേക്കിന് ശരിക്കും നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ. ഞാനും ശരിക്കും പറഞ്ഞാൽ കുറേ നാളായിട്ട് നോക്കി നടക്കുന്നുണ്ടായിരുന്ന ഒരു ഡിസൈനായിരുന്നു ഇത്.
പിന്നെ ഞാൻ ഒരു സൈസ് കുറച്ചൊന്ന് ബിഗ് ആയിട്ടുള്ളത് എടുത്തിട്ടുള്ളത്. കാരണം നമ്മളിത് ഓൾറെഡി ഒരു ക്ലോത്തിൻ്റെ പുറത്തായിരിക്കുമല്ലോ ഇടുന്നത്. അപ്പം ഒത്തിരി ടൈറ്റായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ലാർജാണ് സൈസ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മീഡിയം സെലക്ട് ചെയ്താലും മതിയായിരിക്കും. അപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിനും അതിനകത്തൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ടും വരുന്നുണ്ട് കേട്ടോ. 2-3 പ്രോഡക്ട്സും കൂടി സൈഡറിൽ നിന്നുള്ളത് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. അപ്പം അത് അടുത്ത ഏതെങ്കിലുമൊക്കെ വ്ലോഗിലായിട്ട് ഞാൻ കാണിക്കാം. സൈഡർ പ്രോഡക്ട്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ആ പ്രോഡക്ട്സിനൊക്കെ തന്നെ നല്ലൊരു ക്വാളിറ്റി ഉണ്ട് അതിൻ്റെ മെറ്റീരിയലിന്. അതേപോലെ തന്നെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചുമാണ്. അടുത്ത ഞാൻ പെൻഡിങ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നൊരു പണിയെന്ന് പറഞ്ഞാൽ ഈ ഒരു ഷെൽഫ് ഞാൻ വന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുള്ളതല്ലാതെ പിന്നെ ഇതിനെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം ഇതിനെല്ലാം ഞാൻ എടുത്ത് മാറ്റിയിട്ട് അവിടെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. കാരണം ആ ഒരു ഭാഗത്ത് ഞാനൊരു ലൈനർ വിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ കാണാം ഈ കുപ്പികളിൽ നിന്നുള്ള പല സാധനങ്ങളൊക്കെ വീണിട്ട് അവിടെ ഇങ്ങനെ പൊടിയും അഴുകുമൊക്കെ പിടിച്ചിട്ടുള്ളത്. ഞാനിതിങ്ങനെ കാണാണ്ട രീതിയിൽ അതിനിങ്ങനെ തള്ളി വിടുമായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ ആ ബോട്ടിൽസിനൊക്കെ എടുത്ത് മാറ്റിയിട്ട് ആ ഒരു ലൈനർ ഇട്ട് കൊടുത്തേക്കുന്നതിന് ഒന്ന് വാഷ് ചെയ്യാനും അതേപോലെ ആ ഒരു സ്പേസിൽ ഞാനൊരു ഡെറ്റോൾ സൊല്യൂഷൻ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബോട്ടിലൊക്കെ താഴേക്ക് എടുത്തപ്പോഴത്തേക്കിനുമാണ് കണ്ടത് അതിൻ്റെയൊക്കെ മുകളിൽ ഈ എണ്ണ പാട് വീണിട്ടുണ്ട്. ശരിക്കും അവിടെ എണ്ണയായിട്ടൊന്നും വന്നിട്ടില്ല. പക്ഷെ എനിക്ക് മനസ്സിലായത് നമ്മൾ ഈ കുക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ എണ്ണയുടെയൊക്കെ അംശം ഉണ്ടാകുമല്ലോ. അപ്പം അതെല്ലാം ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള സ്പേസിലിരിക്കുന്ന സാധനങ്ങളിലൊക്കെ പോയി അടിഞ്ഞിട്ടുണ്ട്. അപ്പം അതിനെയൊക്കെ ഒന്ന് ജസ്റ്റ് തുണിയും കൊണ്ടൊന്ന് തുടച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് ബോക്സസ് ഈ ബാക്കിൽ വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ബാക്കിൽ വെക്കുന്ന ബോട്ടിൽസിനൊക്കെ ഒന്ന് പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അന്നേരം നമുക്ക് ഫ്രണ്ടിൽ ചെറിയ ബോട്ടിൽസ് വെക്കാം. അപ്പോൾ ആ ബാക്കിൽ എന്താ ഉള്ളതെന്നുള്ളത് കാണുക എന്നുള്ളതാണ്. ഫ്രണ്ടിൽ കുഞ്ഞു ബോട്ടിൽ വെക്കുമ്പം ആ ബാക്കിൽ ഇരിക്കുന്ന ബോക്സസ് ഒക്കെ അങ്ങ് മറയുകയും ചെയ്യും. ആയതുകൊണ്ട് തന്നെ കുട്ടികൾ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞപ്പം അവർക്ക് ഞാൻ കോഫി എടുത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡൈനിങ് ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പം അവിടെ ഞാൻ ഇടയ്ക്കൊക്കെ ക്ലോത്ത് വിരിക്കാറുണ്ട്. പിന്നെ ചില സമയങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഗസ്റ്റ് വരുന്ന സമയത്തൊക്കെ ഞാൻ ആ ക്ലോത്ത് എടുത്ത് മാറ്റും കേട്ടോ. അപ്പം ആ ഒരു ഭാഗം ഞാൻ ഇതേപോലെ ഡെറ്റോൾ സൊല്യൂഷൻ കൊണ്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അവിടെ ഒരു ടേബിൾ ക്ലോത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ പണിയും കൂടെ കഴിഞ്ഞാൽ ഈ ഒരു വീക്കെൻഡിലെ രാവിലെയുള്ള എൻ്റെ ജോലികളൊക്കെ തീരും. അപ്പോൾ അതിനകത്തുള്ള ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഈ എൻ്റെ മോൻ്റെ ബെഡ്റൂമിലൊരു ഷീറ്റ് വിരിക്കുക എന്നുള്ളതാണ്. ഞാൻ കുറച്ച് ദിവസമായിട്ട് അവൻ്റെ കയ്യിൽ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ആൾക്കിത് നല്ലതുപോലെ അവിടെ നിന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ബെഡിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു ഷീറ്റൊക്കെ എടുത്ത് വെക്കാനുള്ള മടി കൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു. എനിക്കൊന്നും വിരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതും ഒന്ന് നല്ലതുപോലെയൊക്കെ ഒന്ന് വിരിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി സന്തോഷം തരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ എംറ്റി ആയിട്ടുള്ള ബോട്ടിൽസ്, അത് എന്ത് സാധനത്തിൻ്റെ ആണെങ്കിലും അതിനെ ഫില്ല് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളൊരുത്തില്ല ലിറ്റിൽ തിങ്സ് ഇൻ ലൈഫ് ഗീവ്സ് us ഹാപ്പിനെസ് എന്ന്, അതേപോലെ ഉള്ളൊരു ചെറിയ ഹാപ്പിനെസ് ആണ് ഈ എംറ്റി ബോട്ടിൽസിലൊക്കെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അതിനെ ഫില്ല് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. ഇതിനകത്ത് ഞാൻ മെയിൻലി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്
നമ്മളുടെ ഒരു വീക്കെൻഡിലെ രാവിലെ സമയത്ത് ഉണ്ടായിരുന്ന കുറച്ച് ജോലികളും അതേപോലെ തന്നെ നമുക്ക് സൈഡറിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന കുറച്ച് അഫോർഡബിൾ ആൻഡ് ട്രെൻഡി മെറ്റീരിയൽസും അല്ലെങ്കിൽ എൻ്റെ പ്രോഡക്ട്സിൻ്റെ ഒക്കെ ഒരു റിവ്യൂ ആയിരുന്നു. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ഹാപ്പി.